തദ്ദേശ സ്വയംഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയുള്ള പ്രതിഷേധ സമരങ്ങളിൽ സർക്കാരും CPM-ഉം പ്രതിരോധത്തിൽ. ആശാ സമരത്തിന് തൊട്ടു പിന്നാലെ വിമൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും നിരാഹാര സമരം ആരംഭിച്ച് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സമരവുമായി രംഗത്ത് വരാനാണ് സാധ്യത. സംസ്ഥാനത്ത് സർക്കാരിനും CPM-നുമെതിരായ ഭരണവിരുദ്ധ വികാരങ്ങൾ ശക്തി പ്രാപിക്കുന്നതാണ് സർക്കാരിനെയും CPM-നെയും ഒരുപോലെ തലവേദനയാക്കുന്നത്. ഒട്ടുമിക്ക ജില്ലകളിലും സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ ശക്തമാണ്. പ്രതിഷേധങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദുവായി സെക്രട്ടേറിയറ്റും മാറുന്നുണ്ട്. കഴിഞ്ഞ 50 ദിവസങ്ങളായി ആശാ ജീവനക്കാർ നടത്തിവരുന്ന സമരം വലിയ നാണക്കേടാണ് സർക്കാരിനെ വരുത്തിത്തീർത്തത്. തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിനെ ചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ നീക്കവും പരാജയപ്പെട്ടു. ആശാ സമരം തുടരുന്നതിനിടയിലാണ് വുമൺ CPO റാങ്ക് ഹോൾഡേഴ്സും നിരാഹാര സമരവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തിയത്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെ നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരം. വെബ്കോ റാങ്ക് ലിസ്റ്റുകാരും സർക്കാരിനെതിരെ സമരവുമായി രംഗത്തെത്തിയിരുന്നു. മറ്റ് ചെറുതും വലുതുമായ നിരവധി സംഘടനകളും വ്യക്തികളും പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഇത്തരത്തിൽ സമരം ശക്തി പ്രാപിച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും വരുത്തി തീർക്കുക. നിലവിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് ആക്ഷേപം. ഇതാണ് CPM-നെ ഭയപ്പെടുത്തുന്നത്. നിരന്തരം ഇത്തരം സമരങ്ങൾ ആവർത്തിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും വരുത്തി തീർക്കുക. വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. സർക്കാരിനെതിരായ വികാരങ്ങളും പ്രതിഷേധങ്ങളും വർദ്ധിക്കുന്നതും സമരങ്ങൾക്ക് ലഭിക്കുന്ന മാധ്യമ ശ്രദ്ധയും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് CPM-നും സർക്കാരിനുമുള്ളത്. ജനം, തിരുവനന്തപുരം.